ഹായ് മക്കളെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പൊ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളെ എങ്ങനെ ഉണ്ടാക്കാം എന്നായിരുന്നു ചർച്ച. അതിൽ 4 ഹെഡിങ് പറഞ്ഞു. അതിൽ 2 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിലെ മൂന്നാമത്തെ ഹെഡിങ് ആണ്. നിങ്ങൾ ഹെഡിങ്ങുകളെല്ലാം നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. 3 ഫ്രം കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡുകളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആൽക്കെയിൻ അഥവാ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ 2 മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. ഒന്നാമനാണ് ഡീകാർബോക്സിലേഷൻ, രണ്ടാമനാണ് കോൾബ്സ് ഇലക്ട്രോളിസിസ്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡീകാർബോക്സിലേഷൻ ആണ്. ഡീകാർബോക്സിലേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അയാളുടെ റിയേജന്റ് നിങ്ങളുടെ മനസ്സിൽ വരണം. റിയേജന്റ് സോഡ ലൈം ആണ്. ആരുടെ പറ? സോഡ ലൈം. അപ്പൊ സ്വാഭാവികമായിട്ടും സോഡ ലൈം എന്ന് പറഞ്ഞാൽ ആരാണ് കെമിക്കലി എന്നൊരു ഡൗട്ട് നമുക്ക് വരും. സോഡ എന്ന് പറഞ്ഞാൽ എനിത്തിങ് റിലേറ്റഡ് വിത്ത് സോഡിയം ആണ്. ലൈം എന്ന് പറഞ്ഞാൽ എനിത്തിങ് റിലേറ്റഡ് വിത്ത് കാൽഷ്യം ആണ്. അപ്പൊ സോഡ ലൈം എന്ന് പറഞ്ഞാൽ സോഡിയം ഉണ്ട്, കാൽഷ്യം ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. ആരൊക്കെയാണെന്ന് ഓർത്തു വെച്ചോളനെ? NaOH പ്ലസ് കാൽഷ്യം ഓക്സൈഡ് മിക്സ്ചറിനെയാണ് നമ്മൾ സോഡ ലൈം എന്ന് പേര് വിളിക്കുക. അപ്പൊ അത് സോഡ ലൈം ആവണമെങ്കിൽ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് കൂടി ഓർത്തു വെച്ചോ, അത് 3:1 റേഷ്യോയിലായിരിക്കണം. 3 പാർട്ട് NaOH എടുത്താൽ 1 പാർട്ട് കാൽഷ്യം ഓക്സൈഡ്. ആ മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡ ലൈം. പഠിച്ചല്ലോ, 3:1 റേഷ്യോയിലുള്ള NaOH കാൽഷ്യം ഓക്സൈഡ് മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് സോഡ ലൈം. അപ്പൊ സോഡ ലൈം ഉപയോഗിച്ചാൽ ഡീകാർബോക്സിലേഷൻ നടക്കും. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്, കെമിക്കലി എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. റിമൂവൽ ഓഫ്, ഇത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്, റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആക്ച്വലി അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിമൂവൽ, അവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ പുറത്തേക്ക് പോകുന്നു എന്നൊന്നും ചിന്തിക്കരുത്. നമുക്ക് കാണാനുള്ള എളുപ്പവഴിയാണ് പറയുന്നത്. ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോക്കിയടാ, ഇവിടെ ഒരു RCOOH എന്ന് പറയുന്ന ഒരു കാർബോക്സിലിക് ആസിഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഞാൻ സോഡ ലൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരെ ഇവിടെ നിന്ന് മാറ്റി വെക്കണം? ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ നിന്ന് മാറ്റി വെക്കുക. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർബണും 2 ഓക്സിജനും ആണല്ലോ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്ന ആളെ നോക്കിയാൽ ലേസർ പോയിന്റ് വെച്ചിട്ട് നോക്കി, ഒരു കാർബൺ 2 ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഈ COO എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതിനെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുക. അപ്പൊ എന്ത് കിട്ടും? Rൽ ഡയറക്റ്റ് ആയിട്ട് H കയറും. ശരിയല്ലേടാ? വരച്ച് കാണിക്കാം. ഈ COO എന്ന് പറയുന്ന ടേം മൊത്തത്തിൽ അവിടെ നിന്നാണ് പോവുക. അപ്പൊ എഫക്റ്റീവ്ലി ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് പോകുന്ന പോലെയായി. അപ്പൊ എന്ത് കിട്ടും? പറ, RH കിട്ടും. RH കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഈ കാർബോക്സിലിക് ആസിഡിൽ N നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ കിട്ടുന്ന ആൽക്കെയിനിൽ N-1 നമ്പർ ഓഫ് കാർബൺ ആറ്റമേ ഉണ്ടാവുകയുള്ളൂ. കാര്യം അവിടെ COO എന്ന് പറയുന്ന ഒരു ടേമിനെ മൊത്തത്തിൽ ഞാൻ അവിടുന്ന് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കാർബൺ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ 6 കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ 5 കാർബൺ ഉള്ള ആൽക്കെയിനാണ് കിട്ടുക. 4 കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ 3 കാർബൺ ഉള്ള ആൽക്കെയിനാണ് കിട്ടുക എന്നർത്ഥം. ഇനി പ്രധാനമായും പഠിച്ചു വെക്കേണ്ട, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കേണ്ട ഒരു സാധനമാണ്, ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പൊ ചില വിദ്യാർത്ഥികൾ ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ പുറത്തു പോകുന്ന ആൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. ആ COO ഗ്രൂപ്പ് എന്തായിട്ടാണ് അവിടുന്ന് എലിമിനേറ്റ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചോ. Na2CO3. ആരടാ? Na2CO3. അപ്പൊ സോഡിയം ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, സോഡ ലൈമിൽ സോഡിയം ഉണ്ടല്ലോ. Na2CO3 ആയിട്ടാണ് അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കേണ്ടി വരും. CH3COOH, ഈ COO അവിടെ നിന്ന് മാറ്റി വെച്ചാൽ CH3H എന്ന് പ്രൊഡക്റ്റ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ CH4 എന്ന് പേര് വിളിക്കുക. നെക്സ്റ്റ് പ്രൊപ്പനോയിക് ആസിഡ് ആണ്. നോക്കിയാൽ CH3CH2COOH. ഇവിടുന്ന് ഈ COO മാറ്റി വെക്കുക. അപ്പൊ എന്ത് കിട്ടും? CH3CH3 എന്ന് കിട്ടും. ശരിയല്ലേ? CH3CH2H എന്നാണ് ഉണ്ടാവുക. അത് CH3CH3 എന്നാണ് എഴുതുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡീകാർബോക്സിലേഷൻ. ആരാണ് റിയേജന്റ്? സോഡ ലൈം ആണ്. എന്താണ് റിയേജന്റ്? സോഡ ലൈമിന്റെ കെമിക്കലി സോഡ ലൈം എന്താണ്? NaOH കാൽഷ്യം ഓക്സൈഡ് മിക്സർ ആണ്. 3:1 റേഷ്യോ. കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റി വെക്കുക. അത് Na2CO3 ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ബെൻസോയിക് ആസിഡ് ഉണ്ടടാ. ബെൻസോയിക് ആസിഡ് സോഡ ലൈം തന്നെയാണ്. ആരോ മാർക്കിനുള്ളിൽ സോഡ ലൈം ആണ്. ഈ COO അവിടെ നിന്നാണ് മാറ്റി വെച്ചാൽ മതി. അപ്പൊ ബെൻസീൻ റിംഗിൽ H വരും. അപ്പൊ ബെൻസീൻ റിംഗിൽ H വന്നാൽ ആ ബെൻസീൻ റിംഗിലെ Hനെ നമ്മൾ കാണിക്കാറില്ലല്ലോ. കാരണം ഇവിടെയും 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 ബെൻസീൻ റിംഗിന്റെ ബാക്കി എല്ലാ പൊസിഷനിലും H ഉണ്ടല്ലോ. അപ്പൊ ബോണ്ട് ലൈൻ ഫോർമുല വരയ്ക്കുമ്പോൾ കാർബണിനെയും ഹൈഡ്രജനെയും നമ്മൾ കാണിക്കാത്തത് കൊണ്ട് ഇവിടുത്തെ Hനെയും നമ്മൾ ഇനി കാണിക്കണമെന്നില്ല. അപ്പൊ പ്രൊഡക്റ്റ് ഇത്ര എഴുതിയാൽ മതി. ആരാണ്? COOH മൊത്തത്തിലല്ല അവിടുന്ന് പോയത്, COO തന്നെയാണ് പോയത്. H അവിടെ ഉണ്ട്. Hനെ നമ്മൾ അവിടെ കാണിക്കാറില്ല. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് പറ? ബെൻസീന് കിട്ടും. മനസ്സിലായല്ലോ? അടുത്ത എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് നോക്കിക്കടാ. അടുത്തത് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളണേ. വെരി ഇമ്പോർട്ടന്റ്. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചോ. ഈ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് കൊണ്ടല്ല, ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ ഉറക്കാനാണ്. ഡ്യൂറിംഗ് ഡീകാർബോക്സിലേഷൻ, വായിച്ചോളണേ.
ഹൈബ്രിഡൈസേഷൻ ഓഫ് റിമൂവ്ഡ് കാർബൺ, ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന കാർബൺ, അതിന്റെ ഹൈബ്രിഡൈസേഷൻ ചേഞ്ചസ് ഫ്രം sp2 ടു sp. ആദ്യം എങ്ങനെയാ പറയണേ, sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് ഇരുന്നിരുന്ന കാർബൺ ആണ് അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടുന്നത്. അത് റിമൂവ് ചെയ്യുന്നത് sp എന്ന ഹൈബ്രിഡൈസേഷൻ ആയിട്ടാണ് എന്നാണ് ഈ ഡയലോഗ് അസേഷൻ അവിടെ നിന്നോട്ടെ. അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് എക്സാമിൻ ചെയ്യാം. റീസൺ പറയുന്നത് കാർബൺ ഈസ് റിമൂവ്ഡ് ആസ് Na2CO3. കാർബൺ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് Na2CO3 ആയിട്ടാണ്. റീസൺ കറക്റ്റ്, റീസൺ ട്രൂ ആണല്ലോ, കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ആ കാർബൺ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് Na2CO3 ആയിട്ടാണ്. അസേഷൻ ശരിയാണോ? അസേഷൻ ശരിയാണോ എന്ന് അറിയാൻ ഈ ഡയലോഗ് നമുക്കൊന്ന് നോക്കണം. sp2 ടു sp അയാളുടെ ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. നോക്കിയേടാ, ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിൽ RCOOH അല്ലേടാ, RCOOH, അതിലെ ഈ COO എന്തായിട്ട് മാറുന്നു? Na2CO3 ആയിട്ട് മാറുന്നു, കാർബണേറ്റ് അയോൺ ആയിട്ട് മാറുന്നു. COO എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക, C+OH. ഇങ്ങനെയാണ്, നോക്കിയാൽ മനസ്സിലാകും. ഈ കാർബണുമായി ബന്ധപ്പെട്ട് ഇപ്പോ എന്തൊക്കെയുള്ളത് നോക്കിയേ, ഒരു സിഗ്മ ബോണ്ട്, അടുത്ത സിഗ്മ ബോണ്ട്, അടുത്ത സിഗ്മ ബോണ്ട്. ഞാൻ നിങ്ങൾക്ക് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ എഴുതാൻ ഞാൻ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു തന്നാണ്. ഒരു ഡബിൾ ബോണ്ട് മാത്രമാണെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം ഈ റിമൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, അത് കറക്റ്റാ, sp2 ആണെന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. ഇനി അത് sp ആയി മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന് ഈ കാർബൺ എന്തായിട്ടാണ് മാറിയത്? CO3 എന്ന് പറയുന്ന ആളാ. അതിനെ നമ്മൾ കാർബണേറ്റ് അയോൺ എന്നല്ലടാ പേര് വിളിക്കുക, കാർബണേറ്റ് അയോൺ. കാർബണേറ്റ് അയോണിന്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, കാർബൺ ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O-, സിംഗിൾ ബോണ്ട് O-. ഇതാണ് കാർബണേറ്റ് അയോണിന്റെ സ്ട്രക്ചർ. അപ്പൊ നോക്കിയപ്പോ ഈ കാർബണേറ്റ് അയോണിലും ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അയാളുടെ ഹൈബ്രിഡൈസേഷനും sp2 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ sp2 ആണല്ലോ. അപ്പൊ ഡ്യൂറിംഗ് ഡീകാർബോക്സിലേഷൻ റിമൂവ്ഡ് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല, sp2 ൽ നിന്ന് sp2 ആയിട്ട് തന്നെയാണ് മാറുന്നത്. അതായത് sp2 ആയിട്ട് മാറാനൊന്നും ഇല്ലല്ലോ, അയാളുടെ ഹൈബ്രിഡൈസേഷൻ ഇൻടാക്ട്, അത് റിമൈൻ ചെയ്യുന്നു. അവിടെ ചേഞ്ച് ഇൻ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നില്ല. ഇതാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ അസേഷൻ ഫോൾസ് ആണ്, റീസൺ കറക്റ്റ് ആണ്. അങ്ങനെയാണ് ഓപ്ഷൻ വരിക. ഇതിലുള്ള ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, ചില കുട്ടികൾക്ക് ഈ കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുക എന്നുള്ള ട്രിക്ക് മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്ത സ്ഥിതിക്ക് ചില വിദ്യാർത്ഥികൾ വിചാരിക്കും ഇവിടെ ഈ കാർബൺ എലിമിനേറ്റ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ്. ആ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ആൻസർ തെറ്റിപ്പോകും. കാരണം കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡബിൾ ബോണ്ട് O, രണ്ട് ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp ആണ്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് പോവാണ് എന്ന് ചിലർ തെറ്റിദ്ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും sp2 ടു sp ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ചെയ്യുന്നു എന്ന ഡയലോഗ് ശരിയാണെന്ന് അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അസേഷൻ ട്രൂ ആണെന്നും റീസൺ ഫോൾസ് ആണെന്നും അവര് ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. നേരെ തിരിച്ചാണ്, അസേഷൻ ഇവിടെ ഫോൾസ് ആണ്, റീസൺ ഇവിടെ കറക്റ്റ് ആണ്. അതിന് കാർബൺ ഡയോക്സൈഡ് CO2 എന്ന ഗ്രൂപ്പ് എങ്ങനെയാണ് അവിടുന്ന് എലിമിനേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. നോക്കിയടാ, ഓക്സാലിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ് ആണല്ലോ, COOH. സോഡ ലൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡീകാർബോക്സിലേഷനാ സംഭവിക്കുക. അപ്പൊ ഈ COO പോകും, ഈ COO പോകും, ബാക്കി എന്തുണ്ടാകും? H2 എന്ന് മാത്രം ബാക്കി ഉണ്ടാവും. ആലോചിച്ചാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ഇവിടെ ഒരു H ഉം ഇവിടെ ഒരു H മാത്രമല്ലേ ഉള്ളൂ. COOയും പോയാൽ ആ H മാത്രം കണക്ട് ആകും, H2 എന്ന് കിട്ടും. അടുത്ത നോക്കിയാൽ ഇവിടെ നിന്ന് ഒരു COO പോകും, ഇവിടെ നിന്ന് ഒരു COO പോകും, ബാക്കി എന്തുണ്ട്? CH2 എന്നതിലേക്ക് 2 ഹൈഡ്രജൻ വരും. അപ്പൊ എന്ത് കിട്ടും? CH4 കിട്ടും. അപ്പൊ ഡൈ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ പോലും ഡീകാർബോക്സിലേഷനിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇപ്പൊ പഠിച്ചു വെച്ച മെത്തേഡ് പ്രകാരം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡൈ കാർബോക്സിലിക് ആസിഡ് എന്താ കാര്യം? 2 COOH ഗ്രൂപ്പ്, അപ്പോഴാണല്ലോ ഡൈ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുക. അപ്പൊ മക്കളെ, അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഇന്റർമീഡിയറ്റ് ഇൻ ഡീകാർബോക്സിലേഷൻ ആണ്. ഡീകാർബോക്സിലേഷൻ നടക്കുന്ന സമയത്ത് ആരാണ് ഇന്റർമീഡിയറ്റ്? അപ്പോൾ ഇന്റർമീഡിയറ്റ് ആരാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്താ ഗുണം? അത് ഭയങ്കര ഗുണങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എഴുതണമെങ്കിൽ ഇന്റർമീഡിയറ്റ് ആരാണെന്ന് അറിയണം, ആ ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി അറിയണം. ഞാൻ പറഞ്ഞുതരാം. ഇന്റർമീഡിയറ്റ് ഇൻ ഡീകാർബോക്സിലേഷൻ ഈസ് കാർബാനയോൺ. ഓർത്തു വെക്ക്, ആരാടാ പറ? കാർബാനയോൺ ആണ് എന്തില്? ഡീകാർബോക്സിലേഷന്റെ സമയത്തുള്ള ഇന്റർമീഡിയറ്റ്. അപ്പോൾ ഓർത്ത് വെക്കുക, കാർബാനയോൺ ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എല്ലായിടത്തും ഇത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ആരാ ഇന്റർമീഡിയറ്റ്? കാർബാനിയോൺ അല്ലേ? അപ്പോൾ കാർബാനിയോണിന്റെ സ്റ്റെബിലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കാർബാനിയോണിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണെന്ന് നമുക്കറിയാം. മീഥൈൽ കാർബാനിയോണിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി, പിന്നെ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ തെർഷ്യറി ആണെന്ന്
നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ കാർബാനിയോണിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡീകാർബോക്സിലേഷനിൽ ഇൻ്റർമീഡിയറ്റ് കാർബാനിയോൺ ആണ്. അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺ ആണ്. ക്വസ്റ്റ്യൻ: അറേഞ്ച് ദി ഫോളോയിങ് കാർബോക്സിലിക് ആസിഡ്സ് ഇൻ ദി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവാർഡ്സ് ഡീകാർബോക്സിലേഷൻ. താഴെ കുറച്ച് കാർബോക്സിലിക് ആസിഡുകളെ തന്നിട്ടുണ്ട്. ഇതിലാരാണ് നന്നായിട്ട് ഡീകാർബോക്സിലേഷനിൽ പങ്കെടുക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഈ COO ഇവിടെ നിന്ന് മാറ്റി വെക്കുക. അപ്പോൾ കിട്ടുന്ന സാധനം എന്താ? CH3CH2 എന്നല്ലേ? അവിടെ ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കുക. ഇതാണ് അയാളിലെ ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റിനെ ഒന്ന് വരച്ചു നോക്കുക എന്നതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പണി. ഇൻ്റർമീഡിയറ്റ് വരച്ച് നോക്കുക. ഇവിടുത്തെ COH മാറ്റി വെച്ചാൽ എന്താണ് കിട്ടുക? CH3- എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് കിട്ടും. ഇവിടുത്തെ COH മാറ്റി വെച്ചാൽ CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ഇവിടെ മൈനസ് വരും. ശരിയല്ലേ? ഇവിടുന്ന് COH മാറ്റി വെച്ചാലോ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 ഇവിടെ മൈനസ് വരും. ഇനി ഇവരുടെയൊക്കെ പേര് പറ. ഒന്നാമത് ഞാൻ വരച്ചിരിക്കുന്ന കാർബാനിയോൺ ആരാണ്? പ്രൈമറി കാർബാനിയോൺ ആണ്. ആരാണ് കാർബാനിയോൺ എന്നും അതിൻ്റെ പ്രൈമറി, സെക്കൻഡറി, തെർഷറി ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇവൻ്റെ പേര് മീഥൈൽ കാർബാനിയോൺ ആണ്. ഇവൻ്റെ പേര് സെക്കൻഡറി കാർബാനിയോൺ ആണ്. ശരിയല്ലേ? ലാസ്റ്റത്തവൻ്റെ പേരൊന്നും നോക്കിക്കേ. നിങ്ങൾ പ്രൈമറി കാർബാനിയോൺ എന്ന് ചിലരുടെ മനസ്സിൽ വരുമെങ്കിലും ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് അലൈൽ കാർബാനിയോൺ ആണ്, ഓർ അലൈലിക് കാർബാനിയോൺ ആണ്. അലൈൽ കാർബാനിയോൺ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡബിൾ ബോണ്ടിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലുള്ള കാർബണിൽ നെഗറ്റീവ് ചാർജ് വന്നാൽ, ഡബിൾ ബോണ്ടഡ് കാർബണിൽ നിന്നല്ല, ഡബിൾ ബോണ്ടിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലുള്ള കാർബണിൽ ഡബിൾ ബോണ്ട് വന്നാൽ, നെഗറ്റീവ് ചാർജ് വന്നാൽ അവൻ്റെ പേരാണ് അലൈൽ കാർബാനിയോൺ. എടാ, ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺ പണ്ട് ഡിസ്കസ് ചെയ്ത ആ നോട്ട്ബുക്ക് ഒന്ന് തുറന്നു നോക്കുക. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ബെൻസൈലാണ്, പിന്നെ അല്ലൈലാണ്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി D ആണ്. അതുകൊണ്ട് D ആണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി. പിന്നെ മീഥൈലാണ്. ശരിയല്ലേ? മീഥൈൽ ഏതാ? B ആണ്. പിന്നെ പ്രൈമറി ആണ്, A ആണ്. പിന്നെ സെക്കൻഡറി ആണ്, C ആണ്. ഓക്കെ അല്ലേ? നമ്മൾ ലൈവ് സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ചില കുട്ടികൾക്ക് അതൊക്കെ ഡൗട്ട് ഉണ്ടാവും. സാർ ഇൻ്റർമീഡിയറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടാകുമ്പോൾ റിയാക്ടിവിറ്റി കുറയല്ലേ ചെയ്യുക, അങ്ങനത്തെ പല ഡൗട്ടുകൾ ഉണ്ടാവും. വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാനത് ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സത്യം ഒന്ന് പഠിച്ചു വെക്കാനുള്ള മനസ്സ് വേണം. എന്താണത്? ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺ ആണ്. തെറ്റിപ്പോകരുത്. സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺ അല്ലെങ്കിൽ ജനറലി സ്റ്റെബിലിറ്റി ഓഫ് ഇൻ്റർമീഡിയറ്റ്. ഇൻ്റർമീഡിയറ്റ് ആരും ആവട്ടെ, അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഓർത്ത് വെച്ചേക്കുക. അത് പ്രകാരം ഈ 4 കാർബോക്സിലിക് ആസിഡുകളിൽ ആരാണ് ഹൈലി റിയാക്റ്റീവ് ടുവാർഡ്സ് ഡീകാർബോക്സിലേഷൻ എന്ന് നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് അടുത്തൊരാളെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഇവിടെ COH പോയി, ഇവിടെ COH പോയി, ഇവിടെ COH പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഇവിടെ അല്ലടാ വരിക. ഇവിടെയൊക്കെ നെഗറ്റീവ് ചാർജ് വരും. എഴുതിയെടുത്തോളണേ ഇതൊക്കെ. ഒന്നാമത്തെ ഓപ്ഷനിൽ നെഗറ്റീവ് ചാർജ് ഉള്ളത് സിംഗിൾ ബോണ്ടഡ് കാർബണില്ല. രണ്ടാമത്തതിൽ ഡബിൾ ബോണ്ടഡ് കാർബണില്ല. മൂന്നാമത്തതിൽ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണില്ല. ഇത് ഞാൻ പണ്ട് പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടറും ഇലക്ട്രോനെഗറ്റിവിറ്റിയും സംസാരിച്ച സ്ഥലത്ത് പറഞ്ഞു തരുന്നുണ്ട്. എടാ, ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ. ശരിയല്ലേ? ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ, പിന്നെ ഡബിൾ ബോണ്ടഡ് കാർബൺ, പിന്നെയാണ് സിംഗിൾ ബോണ്ടഡ് കാർബൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണുകൾക്കാണ് നെഗറ്റീവ് ചാർജിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനോട് ഇഷ്ടം, നെഗറ്റീവ് ചാർജിനോട് ഇഷ്ടം. നെഗറ്റീവ് ചാർജിനോട് ഇഷ്ടമുള്ളത് ABCയിലായിരിക്കാം, Cക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് കാർബാനിയോണുകൾ നെഗറ്റീവ് ചാർജ് ട്രിപ്പിൾ ബോണ്ടഡ് കാർബണുകളിലാണെങ്കിൽ മോർ സ്റ്റേബിൾ ആണ്. ഡബിൾ ബോണ്ടിൽ അത്ര സ്റ്റേബിൾ അല്ല, സിംഗിൾ ബോണ്ടിൽ തീരെ സ്റ്റേബിൾ അല്ല. അപ്പോൾ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി C > B > A ആണ്. അതേ ഓർഡറാണ് ഇവിടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയും. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിലൊന്നുപോലും ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എല്ലാം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ സംസാരിക്കുന്ന സ്ഥലത്ത് ഞാനിത് നിങ്ങളുടെ പേജ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 1-ാമത്തെയോ 2-ാമത്തെയോ പേജിൽ ഇത് നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ്, സെയിം റിയാക്ഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ബൈ ബേരിയം ഓക്സൈഡ്. ഓർത്ത് വെച്ചോളണേ, ഡീകാർബോക്സിലേഷൻ നടത്താൻ NaOH കാൽഷ്യം ഓക്സൈഡ് എന്ന സോഡ ലൈമിനെ ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. അതേ പണി ചെയ്യാൻ ആർക്കും പറ്റും? ബേരിയം ഓക്സൈഡിന് പറ്റും. ഓർത്ത് വെക്കുക, ആർക്ക് പറ്റും? ബേരിയം ഓക്സൈഡിന് പറ്റും. അപ്പോൾ ബേരിയം ഓക്സൈഡാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ CO2 അവിടെ നിന്ന് മറച്ചു പിടിച്ചാൽ ബാക്കി കിട്ടുന്ന CH4 എന്ന് പറയുന്ന സാധനം നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് മാത്രമല്ല അത് പ്യുവർ സ്റ്റേറ്റിലായിരിക്കും. ഓർത്ത് വെച്ചോളണേ, എന്ത് സ്റ്റേറ്റിലായിരിക്കും പറ? പ്യുവർ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഡീകാർബോക്സിലേഷൻ വഴി ആൽക്കെയിൻ ഉണ്ടാക്കുമ്പോൾ മോർ പ്യുവർ ആയിട്ടുള്ള ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ള മെത്തേഡ് സോഡാലൈമിനേക്കാൾ നല്ലത് ബേരിയം ഓക്സൈഡാണ്. അപ്പോൾ താഴെ തരുന്ന മെത്തേഡുകളിൽ എവിടെയാണ് മീഥെയിൻ ഏറ്റവും പ്യുവർ ഫോമിൽ കിട്ടുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെച്ചോളണം. ഡീകാർബോക്സിലേഷൻ യൂസിങ് ബേരിയം ഓക്സൈഡ് ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ടോ നോക്കണം. അതാണ് മോർ പ്യുവർ ആയിട്ടുള്ള ആൽക്കെയിൻ തരിക. ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഇഥെയിൻ ബൈ ഡീകാർബോക്സിലേഷൻ ഡാഷ് ഈസ് യൂസ്ഡ്.
എടാ ഡീകാർബോക്സിലേഷൻ വഴി ഇത്തൈൻ ഉണ്ടാവണം. ഇത്തൈൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡീകാർബോക്സിലേഷൻ നടക്കുമ്പോൾ 1 കാർബൺ കുറഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് തന്നെ 2 കാർബൺ ആണുള്ളത്. അപ്പോൾ ഉപയോഗിക്കുന്ന റിയാക്റ്റൻറ്റിൽ 3 കാർബൺ വേണം, ശരിയല്ലേ? ഡീകാർബോക്സിലേഷൻ നടക്കുമ്പോൾ 1 കാർബൺ കുറയും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിൽ 2 കാർബൺ ആണെങ്കിൽ ഉപയോഗിക്കുന്ന റിയാക്റ്റൻറ്റിൽ അതിനേക്കാൾ 1 കാർബൺ കൂടുതലുണ്ടാവും. അപ്പോൾ 1 കാർബൺ കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആയില്ലേ? 3 കാർബൺ ഉള്ള ആസിഡ് ഏതാണ്? ആസിറ്റിക് ആസിഡ് ഉണ്ട്, പ്രൊപ്പിയോണിക് ആസിഡ് ഉണ്ട്, ബ്യൂട്ടറിക് ആസിഡ് ഉണ്ട്, വാലറിക് ആസിഡ് ഉണ്ട്. ഓപ്ഷൻ ബി പ്രൊപ്പിയോണിക് ആസിഡ്. ആസിറ്റിക് ആസിഡ് ആരാണെന്ന് നിങ്ങൾക്കറിയാം, CH3COH ആണ്, ശരിയല്ലടാ? പ്രൊപ്പിയോണിക് ആസിഡ് ആരാണെന്ന് ഞാൻ എഴുതുന്നുണ്ട്, CH3CH2COH ആണ്. ബ്യൂട്ടൈറിക് ആസിഡ്, ബ്യൂട്ടൈറിക് എന്നതൊക്കെ അതിൻ്റെ കോമൺ നെയിമാണ്, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 4 കാർബൺ ഉണ്ടാകും, CH3CH2CH2COH. വാലറിക് എന്ന വാക്കും ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. വാലറിക് എന്ന് പറഞ്ഞാൽ 5 കാർബൺ എന്നാണ് അർത്ഥം. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് COOH, 5 കാർബൺ വാലറിക് ആസിഡ്. കിട്ടിയല്ലോ. നെക്സ്റ്റ് കോൾബ്സ് ഇലക്ട്രോളിസിസ് ആണ്. എടാ ഞാനൊരു ബോക്സിലൊക്കെ ആക്കി അടക്കം ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് എഴുതിയെടുത്തതിന് ശേഷം മാത്രം എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. വെൻ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഈസ് ഇലക്ട്രോളൈസ്ഡ്. സോഡിയം സാൾട്ടോ പൊട്ടാസ്യം സാൾട്ടോ ഇലക്ട്രോളൈസ് ചെയ്താൽ ഇതാണ് ഓർക്കേണ്ടത്, ആൽക്കെയിൻസ് വിത്ത് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആർ ഫോംഡ് അറ്റ് ആനോഡ്. എവിടെ ഉണ്ടാകുന്നു എന്ന് ഓർത്ത് വെച്ചോളണം. എവിടെ ഉണ്ടാകുന്നത്? ആനോഡിലാണ് ഉണ്ടാവുക. അപ്പോഴാ ഞാനിങ്ങനെ പറയുകയാണെ RCOOH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആണല്ലോ. അതിൽ H ഇങ്ങോട്ട് പോയിട്ട് പകരം RCOONA എന്നാക്കിയാൽ, ആ H പോയിട്ട് പകരം സോഡിയം കൊടുത്താൽ അതിൻ്റെ പേരാണ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് ഇലക്ട്രോളൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് ഇലക്ട്രോളൈസ് ചെയ്യുന്നത്. അപ്പോൾ ആൽക്കെയിനുകൾ ഉണ്ടാകും, ANE സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ. എവിടെയുണ്ടാകും? ആനോഡിലുണ്ടാകും. കേൾക്കണേ കുഞ്ഞെ, എന്ത് ചെയ്താൽ മതി? 2R 2 വേണേ. വുഡ്സ് റിയാക്ഷനിൽ പറഞ്ഞ പോലെ വുഡ്സ് റിയാക്ഷനെയും മുമ്പ് പഠിപ്പിച്ച വുഡ്സ് റിയാക്ഷനെയും ഡീകാർബോക്സിലേഷനെയും ക്ലബ് ചെയ്താൽ മതി. വുഡ്സ് റിയാക്ഷനിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? 2 ആൽക്കൈൽ ഗ്രൂപ്പ് എടുക്കും, ഹാലജനോട് മാറ്റും, 2 ആൽക്കൈൽ ഗ്രൂപ്പുകളെ ഒന്നിച്ച് കണക്ട് ചെയ്യും. സെയിം പരിപാടി. നോക്കിക്കേ, ഈ COONA മൊത്തത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ. ബാക്കി എന്തുണ്ട്? 2 R ഇല്ലേടാ? ആ 2 R ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിൽക്കും. ദാ ആൽക്കെയിന് കിട്ടി, ആൽക്കെയിൻ. അപ്പോൾ 2 കൂടിച്ചേർന്നിട്ടാണല്ലോ, 2 സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ കൂടിച്ചേർന്നാണല്ലോ ഇവിടെ ആൽക്കെയിൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ കിട്ടുന്ന ആൽക്കെയിനിൽ എന്തായാലും ഉറപ്പായിട്ടും ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയിരിക്കും. അത് ഞാൻ വുഡ്സ് റിയാക്ഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കാര്യം ഇവിടെ R ഗ്രൂപ്പിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ആൽക്കെയിൻ ഫോം ചെയ്യുന്നത്. ഏതൊരു സാധനത്തിൻ്റെയും മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ഉണ്ടാകുന്ന ആൽക്കെയിൻ കംപ്ലീറ്റ്ലി നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും അത് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയിരിക്കും. പിന്നെ ബൈ പ്രൊഡക്റ്റുകൾ ഓർക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കെയിൻ ഉണ്ടാകും, 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, H2 ഉണ്ടാകും, NaOH ഉണ്ടാകും. ആൽക്കെയിനും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നത് ആനോഡിലാണ്, H2ഉം NaOH ഉണ്ടാകുന്നത് കാഥോഡിലാണ്. ഉണ്ടാകുന്നത് കാഥോഡിലാണെങ്കിലും ഈ NaOH പിന്നീട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് നടത്തുന്നതിൻ്റെ മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്ന ഫ്ലൂയിഡ് ലിക്വിഡിനെയാണല്ലോ നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പേര് വിളിക്കുക. അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ പ്രൊഡക്റ്റുകൾ ഓർത്ത് വെച്ചോളണേ. 2 RCOONA കട്ട് ചെയ്ത് ഒഴിവാക്കുക, 2 R ഗ്രൂപ്പ് വരും, H2 വരും, കാർബൺ ഡൈ ഓക്സൈഡ് വരും, H2 വരും, NaOH വരും. പഠിച്ചല്ലോ. എക്സാമ്പിൾസ് ഒന്ന് ചെയ്തു നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരു ട്രൂ ഓർ ഫോൾസ് ഡയലോഗ് ഉണ്ട്. ഡ്യൂറിങ് കോൾബ്സ് ഇലക്ട്രോളിസിസ് pH ഓഫ് ദി സൊല്യൂഷൻ ഇൻക്രീസസ് എന്ന് പറയുന്നൊരു ഡയലോഗ്. ട്രൂ ഓർ ഫോൾസ്? ഡ്യൂറിങ് കോൾബ്സ് ഇലക്ട്രോളിസിസ് pH ഓഫ് ദി സൊല്യൂഷൻ ഇൻക്രീസസ്. നിങ്ങൾ നോക്കൂ, കോൾബ്സ് ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകളിൽ ഒന്നല്ലേടാ ഈ NaOH. NaOH എന്ന് പറയുന്നത് ബേസ് അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ബേസിക് നേച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടും, ഉറപ്പല്ലേ? NaOH ഇങ്ങനെ ഉണ്ടാകുന്നതിനനുസരിച്ച് അവിടെ ഒരു ബേസിക് നേച്ചറാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ബേസിക് നേച്ചർ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് pH കൂടുകയല്ലേ ചെയ്യുക? pH 7-നേക്കാൾ മുകളിലേക്ക് പോകുമ്പോൾ അത് ബേസിക് ആണല്ലോ. അപ്പോൾ ബേസിക് ആവുന്നതിനനുസരിച്ച് pH ഇൻക്രീസസ്. അപ്പോൾ ഡ്യൂറിങ് കോൾബ്സ് ഇലക്ട്രോളിസിസ് pH ഓഫ് ദി സൊല്യൂഷൻ ഇൻക്രീസസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ. ദാറ്റ് ഈസ് ട്രൂ. ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓർത്ത് വെക്കുക. 2 RCOONA ഉപയോഗിച്ചിട്ടുണ്ട്, 2 R കിട്ടിയിട്ടുണ്ട്. ബൈ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാനിപ്പോൾ കൺസേൺഡ് അല്ല, അതിനെ മാറ്റിവെച്ചു. ചിന്തിക്കുക, ഞാൻ എടുത്തിരിക്കുന്ന കാർബോക്സിലിക് ആസിഡിൽ, സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൽ n നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. n നമ്പർ ഓഫ് കാർബൺ ആറ്റം. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 2n-2 ആയിരിക്കും. കാര്യം ഇവിടെ 2 കൂടിച്ചേരാണ്. 2 കൂടിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും n ആണെങ്കിൽ 2n ഉണ്ടാകും, ശരിയല്ലേ? പക്ഷെ ഇവിടെ 2 COONA ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ടല്ലോ, 2 COONA മാറ്റി വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ 2n-ൽ നിന്ന് 2 കാർബൺ കുറവുണ്ടാകും. ആൻഡ് ദി ഫൈനൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വിൽ ബി 2n-2. പഠിച്ചല്ലോ കുഞ്ഞെ? അപ്പോൾ നോക്കിയേ, 3 കാർബൺ ആണെന്ന് വിചാരിക്കുക.
നമ്മളിവിടെ എടുത്തിരിക്കുന്ന കാർബോക്സിലിക് ആസിഡിൽ 3 കാർബൺ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആൽക്കെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്നാ ചോദ്യം. 2n-2 അല്ലേ? അപ്പോൾ 2 × 3 -2, 2 × 3 എത്ര? 6 അല്ലേ? 6 - 2 = 4 കാർബൺ ആറ്റമാണ് ഉണ്ടാകുന്ന ആൽക്കെയിനിൽ ഉണ്ടാവുക. സിമ്പിളായിട്ട് ആ ഇക്വേഷൻ വഴി കാണാം. ടു പ്രൊഡ്യൂസ് ഹെക്സൈൻ, ഹെക്സൈൻ ഉണ്ടാവണം. ഹലോ, ഹെക്സൈൻ ഉണ്ടാവണം. അപ്പോൾ എത്ര കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ് ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. ടു പ്രൊഡ്യൂസ് ഹെക്സൈൻ, ഹെക്സൈൻ ഉണ്ടാവാൻ എത്ര കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കണം? അപ്പോൾ ഹെക്സൈൻ കോൾബ്സ് ഇലക്ട്രോളിസിസ് വഴി ഹെക്സൈൻ ഉണ്ടാക്കാൻ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട റിയാക്റ്റന്റ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. നോക്കിക്കോടാ, ഹെക്സൈൻ ആണല്ലോ പ്രൊഡക്റ്റ്, അഥവാ 2n-2 എന്ന് പറയുന്നത് 6 ആണ്. പ്രൊഡക്റ്റിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 2n-2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ് ഹെക്സൈൻ ആയതുകൊണ്ട്. ഇവിടുന്ന് n ഒന്ന് കണ്ടുപോയിക്കേ, 2n = 8 എന്ന് വരും, n = 4 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന റിയാക്റ്റൻറ്റിൽ 4 നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ട്. 4 നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ CH3, CH2, CH2, പിന്നെ ഒരു കാർബൺ COONA ആയിട്ട് ഉപയോഗിച്ചാൽ മതി. ഇയാളാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട റിയാക്റ്റൻറ്റ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ n നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡിനെ ഇലക്ട്രോളൈസ് ചെയ്താൽ 2n-2 നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽക്കെയിനുകൾ പ്രൊഡ്യൂസ് ചെയ്യും അറ്റ് ആനോഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പഠിച്ചല്ലോ. ഇന്റർമീഡിയറ്റ്, എടാ നേരത്തെ നമ്മൾ ഡീകാർബോക്സിലേഷനിൽ ഇന്റർമീഡിയറ്റ് പറഞ്ഞത് ആരാടാ? കാർബാനിയോൺ ആണ്. എന്നാൽ കോൾബ്സ് ഇലക്ട്രോളിസിസിൽ ഇന്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കലാണ്. കാർബൺ ഫ്രീ റാഡിക്കൽ ഓർത്ത് വെച്ചോളനെ, കാർബൺ ഫ്രീ റാഡിക്കൽ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൽ ചർച്ചയൊന്നുമില്ല. 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട്, 1 വേർഡ് ക്വസ്റ്റ്യനിലല്ല, 1 വേർഡ് ക്വസ്റ്റ്യൻ ആണല്ലോ, അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ഇറങ്ങാനില്ല, ഒറ്റവാക്കിൽ പഠിച്ചു വെക്കുക. സ്പെഷ്യൽ കേസ്, സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് പറയുന്നതല്ല. ഇപ്പോൾ ഞാൻ പറയട്ടെടാ, COOH സോഡിയം ഓർ പൊട്ടാഷ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ സോഡിയം സാൾട്ടെന്നോ പൊട്ടാഷ്യം സാൾട്ടെന്നോ ആക്കാതെ ജസ്റ്റ് COOH തന്നെ തന്നു എന്ന് വിചാരിക്കുക, ഒരു വ്യത്യാസവും ഇല്ല. മൊത്തത്തിൽ ആ COO അവിടെ നിന്ന് അങ്ങോട്ട് പോകും. 2 COO പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ CH2, ഇവിടെ CH2 എന്നാവില്ലേ? ശരിയല്ലേടാ? ഈ CH2-ൻ്റെ ഒരു വാലൻസിയും ഈ CH2-ൻ്റെ ഒരു വാലൻസിയും ഇപ്പോൾ കുറവില്ലേ? കുറവ് വാലൻസി ഉള്ള 2 കാർബൺ ആറ്റങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കില്ല, അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ക്ലാസ് മുതൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ COOH ഓരോന്ന് കുറയുന്നത് കൊണ്ട് അടുത്തടുത്തുള്ള കാർബൺ ആറ്റങ്ങളിൽ, അടുത്തടുത്തുള്ള കാർബൺ ആറ്റങ്ങളിൽ 2 COH ഉണ്ടെങ്കിൽ ആ COH അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കൊണ്ട്, ആ COH അവിടെ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് ആ 2 കാർബൺ ആറ്റങ്ങൾക്ക് ഓരോ വാലൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഓരോ ഫ്രീ വാലൻസി കിട്ടുന്നു. ആ ഫ്രീ വാലൻസി ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു? അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യുന്നു. സിംഗിൾ ബോണ്ടുള്ള ആൾ ഡബിൾ ബോണ്ടായി മാറുന്നു. അപ്പോൾ ഓൾറെഡി ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലോ, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ COH-ഉം ഈ COH-ഉം ഇവിടുന്ന് പോകും. അപ്പോൾ ഓൾറെഡി അവർക്ക് ഡബിൾ ബോണ്ടാണ് ഉള്ളത്. അപ്പോൾ CH ഡബിൾ ബോണ്ട് CH എന്നാണ് ഓൾറെഡി ഉള്ളത്. പക്ഷേ ഇപ്പോൾ ആ COH പോയ കാരണം അവർക്കൊരു വാലൻസിയുടെ കുറവ് സംഭവിച്ചു. അത് നികത്താൻ അവർക്കിടയിലുള്ള ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടായി മാറും, ഒരു പുതിയ ബോണ്ട് കൂടി അങ്ങോട്ട് ഫോം ചെയ്യും. എടാ, ഈ കോമ്പൗണ്ടിനെ ശരിക്കും ഒന്ന് നോക്കിക്കോ. ഇതിനെ നമ്മൾ പണ്ട് റഫർ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെ, ജോമെട്രിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ ഒന്ന് പോയി നോക്കുക. ഇതാരാണ് നോക്കിക്കേ? ഇതാരാണ്? 1,4 ബ്യൂട്ട് 2-ene ഡൈഓയിക് ആസിഡാണ്. ബ്യൂട്ട് 2-ene ഡൈഓയിക് ആസിഡാണ്. 1,4 ബ്യൂട്ട് 2-ene ഡൈഓയിക് ആസിഡാണ്. ഇയാളുടെ പേരെന്താണെന്നൊക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട്. സിസ് ഐസോമർ ആണെങ്കിൽ അതിൻ്റെ പേര് മെലിക് ആസിഡ് ആണെന്നും, ട്രാൻസ് ഐസോമർ ആണെങ്കിൽ അതിൻ്റെ പേര് ഫ്യൂമാറിക് ആസിഡ് ആണെന്നൊക്കെ ഞാൻ അവിടെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. CM എന്ന് ഓർക്കാൻ ഞാൻ അന്ന് പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. ഓർത്തു വെക്കുക, ആവശ്യം വരും. നോക്കിയടാ, ഇയാളെ ഇലക്ട്രോളിസിസ് നടത്താൻ, ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഈ COOK മൊത്തത്തിൽ അവിടെ നിന്ന് പോകില്ലേ? 2 കുക്കും അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബെൻസീൻ റിങ്ങും നോക്കിക്കേ, ഈ കാർബണുകൾ നോക്കിക്കേ, ഇവിടെയുള്ള ഈ കാർബണിനും ഇദ്ദേഹത്തിനും ഇവിടെയുള്ള ഈ കാർബണിനും ഓരോ വാലൻസി ഫ്രീ ആണ്. ഓരോ വാലൻസി ഫ്രീ ആണെങ്കിൽ അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. അടുത്തടുത്തുള്ള കോമ്പൗണ്ടുകൾ തമ്മിൽ പുതിയ ബോണ്ട് ഫോം ചെയ്യും. ദിസ് ഈസ് കറക്റ്റ് ആൻസർ. കിട്ടിയല്ലോ. അടുത്ത നോക്കിയടാ, ഇപ്പം ഞാൻ നേരത്തെ പഠിപ്പിച്ച ഡീകാർബോക്സിലേഷനെയും ഇപ്പോൾ പഠിപ്പിച്ച ഇലക്ട്രോളിസിസിനെയും ഒന്ന് ക്ലബ് ചെയ്യുകയാണ്. CH3COONA ആദ്യം പഠിപ്പിക്കുന്നത് ആദ്യത്തെ ആരോ മാർക്കിന് മുകളിൽ സോഡാലൈമാണ്. സോഡാലൈം ആയിരുന്നെങ്കിൽ എന്താണ് റിയാക്ഷൻ? ഈ COONA അവിടെ നിന്ന് മാറി നിൽക്കും. CONA ആണ് മാറി നിൽക്കുന്നത്, COO ആണ് മാറി നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അല്ലേ? COO ആണ് മാറി നിൽക്കുന്നത്. COO മാറി നിൽക്കുമ്പോൾ അവിടെ ഉള്ളൊരു H ഇതിലേക്ക് ചേർത്ത് പറയണം എന്നല്ലേ പറഞ്ഞേ? അതേ പരിപാടിയാണ് സോഡിയം സോൾട്ട് ആണെങ്കിലും ചെയ്യേണ്ടത്. അപ്പോൾ എന്നെ അല്ല ചേർത്ത് വെക്കേണ്ടത് അപ്പോഴും H തന്നെയാണ്. ആ H ഓടുന്ന് കിട്ടും. H അതൊക്കെ കലങ്ങി കിടക്കുന്ന വെള്ളത്തിലുണ്ടാകും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കൺസേൺ ആവണ്ട. അത്
കാർബോക്സിലിക് ആസിഡ് ആണെങ്കിലും ശരി, സോഡിയം ഓർ പൊട്ടാഷ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിയേജന്റ് സോഡാലൈം ആണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് സെയിം ആണ്, CH4, H വന്നോളൂ. ഓക്കെ ആണല്ലോ? H അതിൻ്റെ മീഡിയത്തിലുണ്ട്, ഓർത്ത് വെക്കുക. അങ്ങനെ CH4 ആണ് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇലക്ട്രോളിസിസ് ആണ് നടത്തുകയെന്നുണ്ടെങ്കിൽ 2 മോളിക്യൂൾ വേണം. ഈ COO മൊത്തത്തിൽ പോകും. ഈ CH3 എന്ന് പറയുന്ന ആൾ 2 എണ്ണം ഉണ്ടാകും. 2 CH3കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞു നിന്ന് അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. 2 മോളിക്യൂൾ ഇവിടെ കാണിച്ചിട്ടൊന്നുമില്ല, കാണിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് കളി മനസ്സിലായാൽ മതി. ഇലക്ട്രോളിസിസ് ആണെങ്കിൽ 2 മോളിക്യൂൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. നെക്സ്റ്റ് നോക്കിയടാ, നമ്മൾ ആൽക്കേനിൻ്റെ പ്രിപ്പറേഷനിലെ ലാസ്റ്റ് കോമ്പൗണ്ടിലേക്ക് വരികയാണ്, ലാസ്റ്റ് മെത്തേഡിലേക്ക് പോവാണ്. ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് ആൽക്കെയിൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ കുറിച്ച് ചിലത് സംസാരിക്കാനുണ്ട്. കാരണം ഓർഗാനിക് കെമിസ്ട്രിയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ കണ്ടെത്തലിന് ശേഷം സംഭവിച്ചിട്ടുള്ളത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് ലാബിൽ ഉണ്ടാക്കൽ പ്രയാസമായ, എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പല കോമ്പൗണ്ടുകളിലേക്കുമുള്ള നമ്മുടെ യാത്ര പെട്ടെന്നാക്കി തന്ന ഒരാളാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ചില കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ജനിച്ചത് മുതൽ ആ കോമ്പൗണ്ടുകളൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കാൻ ഒരുപാട് മെത്തേഡുകൾ നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ആ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റിനെ മറക്കാൻ പാടില്ല. അവൻ്റെ പേരാണ് വിക്ടർ ഗ്രിഗ്നാർഡ്. എന്താടാ? വിക്ടർ ഗ്രിഗ്നാർഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പഠിച്ചല്ലോ. എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ കുറിച്ച് പറയാനുള്ള അടുത്തൊരു വാക്ക്? ഇറ്റ് ഈസ് ആൻ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാർബൺ ഈസ് ഇൻ ഡയറക്ട്ലി ബോണ്ടഡ് വിത്ത് എനി വൺ ഓഫ് ദി മെറ്റൽ. അത് കഴിഞ്ഞ ദിവസം ഞാൻ കോറി ഹൗസ് സിന്തസിസ് പഠിപ്പിച്ചപ്പോൾ ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ഓർത്ത് വെക്കുക. ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ ഒരു കാർബണും ഒരു മെറ്റലും തമ്മിൽ അവിടെ ബോണ്ടുണ്ട്. എങ്ങനെയാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ ഫോർമുല? RMgX എന്നാണ്. R എന്ന് പറഞ്ഞാൽ കാർബൺ ആണല്ലോ, ആൽക്കിൽ ഗ്രൂപ്പ്. ഈസ് ഇൻ ഡയറക്ട്ലി ബോണ്ടഡ് വിത്ത് മെഗ്നീഷ്യം, ഒരു മെറ്റലുമായിട്ട് ബോണ്ടഡ് ആണ്. അതുകൊണ്ട് ഇതൊരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടാണ്. പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉണ്ടാക്കുക? നിങ്ങൾ ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ ചിന്തിക്കണേ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആൽക്കെയിനിനെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നതായിരുന്നു. പക്ഷേ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മളിപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ എങ്ങനെ ഉണ്ടാക്കാം, എന്നിട്ടല്ലേ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് ആൽക്കെയിൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ചർച്ച. എങ്ങനെയാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉണ്ടാക്കുക? ഭയങ്കര സിമ്പിളാണ്. ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, RX, എന്നിട്ട് അതിലേക്ക് മഗ്നീഷ്യം ഇടുക. മഗ്നീഷ്യം ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു മീഡിയം വേണം. വെള്ളം ഒഴിക്കാൻ പറ്റില്ല, കാര്യം ആൽക്കലി മെറ്റലാണ്, അതുകൊണ്ട് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഈതറാണ് നമ്മളവിടെ ഉപയോഗിക്കുക. മെറ്റൽ ഉപയോഗിക്കുന്നിടത്തെല്ലാം സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ സോൾവെൻറ്റ് ഡ്രൈ ഈതറാണ്. അതിപ്പോൾ വുഡ്സ് റിയാക്ഷൻ ആയപ്പോഴും നിങ്ങൾ കണ്ടായിരുന്നു, കോറി ഹൗസ് സിന്തസിസ് ആയപ്പോഴും നിങ്ങൾ കണ്ടായിരുന്നു. അവിടെയൊക്കെ ലിഥിയം ബാർ ഡ്രൈ ഈതർ, സോഡിയം ബാർ ഡ്രൈ ഈതർ ആണല്ലോ കണ്ടത്. RX ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് മഗ്നീഷ്യം. എന്ത് ചെയ്യും പൊന്നുമോനെ? ഈ മഗ്നീഷ്യത്തിൻ്റെ ഇടയ്ക്കണ് കയറി നിൽക്കും. RMgX എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായി മാറും. ഇവനെ നമ്മൾ ഓമനിച്ച് വിളിച്ച പേരാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. സിമ്പിൾ റിയാക്ഷൻ. ഇത്ര സിമ്പിളാണ് ഈ സാറ് പഠിപ്പിക്കാൻ നിൽക്കണോ? നോക്കിക്കോ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഇങ്ങനെയാണ്. അതായത് RX ആണല്ലോ ഇവിടെ മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഈ X എന്ന് പറയുന്ന ആൾക്ക് ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയോഡിൻ ആവാം, ഇതിലാരും ആവാലോ. അതുകൊണ്ട് തന്നെ ഇത് RF ആവാം, അല്ലെങ്കിൽ RCl ആവാം, അല്ലെങ്കിൽ RBr ആവാം, അല്ലെങ്കിൽ RI ആവാം. ഇതിലാരാണ് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുക? അത് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചതാണ്. അയോഡിൻ വലിയ ആളാണ്, അതുകൊണ്ട് ആ ബോണ്ട് പൊട്ടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അയോഡിൻ്റെ ഇടയിൽ മഗ്നീഷ്യം കയറുക എന്നതാണ് ഏറ്റവും കൂടുതൽ സിമ്പിൾ. അതുകൊണ്ട് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉണ്ടാക്കാൻ ആൽക്കൈൽ ഹാലൈഡ്, ഏറ്റവും നല്ല ആൽക്കൈൽ ഹാലൈഡ് RI ആണ്, ആൽക്കൈൽ അയോഡൈഡ് ആണ്, ഓർത്തു വെക്കുക. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ നിങ്ങൾക്ക് കാണാം. ഈ ആൽക്കൈൽ ഹാലൈഡിൻ്റെ പ്രത്യേകത, ഇതിൽ 2 കാർബൺ ഉണ്ട്. സൂക്ഷിച്ച് നോക്ക്, CH2 എന്ന 2 കാർബൺ ഉണ്ട്. ആ 2 കാർബണിൻ്റെ ഒരറ്റത്ത് ക്ലോറിനാ, ഒരറ്റത്ത് ബ്രോമിനാ. മനസ്സിലായോ? പക്ഷെ റിയാക്ട് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഒരൊറ്റ മഗ്നീഷ്യ. അപ്പോൾ മഗ്നീഷ്യത്തിന് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഹാലജനുമായിട്ടുള്ള ബോണ്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കയറി നിൽക്കുക എന്നതാണല്ലോ മഗ്നീഷ്യം ചെയ്യുന്ന പണി. ഈ മഗ്നീഷ്യത്തിന് വേണമെങ്കിൽ ക്ലോറിൻ്റെ ഇടയിൽ ഇവിടെ കയറി നിൽക്കാം, അല്ലെങ്കിൽ മഗ്നീഷ്യത്തിന് ബ്രോമിൻ്റെ ഇടയിൽ ഇവിടെ കയറി നിൽക്കാം. നിങ്ങൾ പറ, തൊട്ടുമ്പ് ഞാൻ പഠിപ്പിച്ചു ഏതാണ് മോർ റിയാക്റ്റീവ്? ക്ലോറിനേക്കാൾ മോർ റിയാക്റ്റീവ് ആണ് ബ്രോമിൻ. അപ്പോൾ RBr എന്ന ബോണ്ടാണ് ഇവിടെ പൊട്ടാൻ എളുപ്പം. അതുകൊണ്ട് തന്നെ ബ്രോമിനിടയിലാണ് മഗ്നീഷ്യം കയറിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകും, ബ്രോമിൻ ഉണ്ടാകും,
മഗ്നീഷ്യം ഉണ്ടാകും, CH2 ഉണ്ടാകും, CH2 ഉണ്ടാകും. ഈ ക്ലോറിൻ പാവം അതിൻ്റെ എപ്പോൾ മഗ്നീഷ്യം വരും എന്ന് പറഞ്ഞ് കാത്ത അങ്ങനെ നിൽക്കുന്നുണ്ടാകും എന്നല്ലാതെ അവിടെ മഗ്നീഷ്യം വരില്ല. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഫോം ചെയ്യുന്നത് ഈ ഏരിയയിലാണ്. ശരിക്കും ശ്രദ്ധിച്ചോ. അതിലിപ്പോൾ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന തിയറി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഹാലജൻ മാറുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ക്ലോറിനേക്കാൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഹാലജനാണ് ബ്രോമിൻ. ഇനിയിപ്പോൾ ബ്രോമിനേക്കാൾ റിയാക്റ്റീവാണ് അയോഡിൻ. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഫോർമേഷൻ നടക്കുക ആ സൈഡിലാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇയാളെ ശരിക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇനിയാണ് നമ്മൾ ചർച്ച. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. അത് ആര് കണ്ടെത്തി, എന്തിനു കണ്ടെത്തി, കണ്ടെത്തിയതിനു ശേഷമുള്ള ഗുണങ്ങൾ എന്താ, എങ്ങനെ കണ്ടെത്തി, അതിൻ്റെ ആ കണ്ടെത്തലിൽ ആ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ആ പ്രിപ്പറേഷനിൽ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്താണെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ നമ്മൾ വന്ന വഴി മറക്കരുത്. നമ്മൾ എന്തിനാ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ചർച്ച ചെയ്തത്? ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്ന് ആൽക്കെയിൻ ഉണ്ടാക്കാനാണ്. നമ്മുടെ മെത്തേഡ്, നമ്മുടെ ഹെഡിങ് അതാണല്ലോ, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ ആണ്, സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനാണ്. അതിന് ഞാൻ ഈ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം പഠിക്കല്ലാതെ വേറെ ഒരൊറ്റ വഴിയിലടാ. കാണാൻ പഠിക്ക്. ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ട് വിത്ത് എനി കോമ്പൗണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യനുകളിൽ ഇത് കാണാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യനിൽ ഈ കോൺസെപ്റ്റ് ആവശ്യമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് എഴുതി വെക്കുന്നുണ്ട്. സമയം കളയുന്നതല്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മൈൻഡ് കൊടുത്ത് പഠിക്കും. എന്താണ് ആ ഡയലോഗ്? ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ട് വിത്ത് എനി കോമ്പൗണ്ട്. എന്താ കോമ്പൗണ്ടിന്റെ പ്രത്യേകത? കണ്ടെയ്നിങ് ആക്റ്റീവ് ഹൈഡ്രജൻ. അതെന്താ സാർ ആക്റ്റീവ് ഹൈഡ്രജൻ? ഒന്ന് അടങ്ങ്, ഞാൻ പറഞ്ഞുതരാം. ആക്റ്റീവ് ഹൈഡ്രജൻ ടു ഗീവ് ആൽക്കെയിൻ. ഗ്രിഗ്നാർഡ് റിയേജന്റ് ആക്റ്റീവ് ഹൈഡ്രജൻ ഉള്ള ഏത് കോമ്പൗണ്ടിനെ കണ്ടാലും ഒറ്റ റിയാക്ഷനാ. എന്നിട്ട് എന്ത് തരും? ആൽക്കെയിൻ തരും. എൻ്റെ പൊന്നു മക്കൾ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഗുണമുള്ളതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ. പൊന്നുമോനെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു 5 തവണ പ്ലീസ് എനിക്ക് വേണ്ടി, ഇത് ബാലിഷമാണ്, ചൈൽഡിഷ് ആണ്, എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒരു 5 തവണ ഈ ഡയലോഗ് ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് വായിച്ചേടാ. ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ട് വിത്ത് എനി കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആക്റ്റീവ് ഹൈഡ്രജൻ ടു ഗീവ് കറസ്പോണ്ടിങ് ആൽക്കെയിൻ ANE. ഈ റിയാക്ഷൻ ഒരു പേരുമുണ്ട്. ആ റിയാക്ഷൻ്റെ പേരാണ് സെറിവിറ്റിനോവ്സ് റിയാക്ഷൻ. എന്താടാ? സെറിവിറ്റിനോവ്സ് റിയാക്ഷൻ. നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആക്റ്റീവ് ഹൈഡ്രജൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരും എന്നൊരു വാക്ക് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാക്ക് പാലിക്കാൻ പോവാണ്. കോമ്പൗണ്ട്സ് ഹാവിങ് ആക്റ്റീവ് ഹൈഡ്രജൻ. ആക്റ്റീവ് ഹൈഡ്രജനുള്ള കോമ്പൗണ്ടുകൾ എണ്ണം ഇട്ട് പിടിച്ചോ. 1 വാട്ടർ, 2 ആൽക്കഹോൾ, 3 ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്. ട്രിപ്പിൾ ബോണ്ടുള്ള കാർബണിന്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജനെ നമുക്ക് ആക്റ്റീവ് ഹൈഡ്രജൻ എന്ന് പേര് വിളിക്കാം. അടുത്തത് NH3, അടുത്തത് RNH2 എന്ന് പറഞ്ഞാൽ ആരടാ? പ്രൈമറി അമീൻ എക്സെട്ര. ഇവരെല്ലാവരും ആക്റ്റീവ് ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടുകളാണ്. എന്താ റിയാക്ഷൻ? ഇപ്പൊ നമ്മൾ ആക്റ്റീവ് ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ട് എന്താന്ന് പറഞ്ഞു, ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഗ്രിഗ്നാർഡ് റിയേജന്റ് ആക്റ്റീവ് ഹൈഡ്രജനുള്ള ഏത് കോമ്പൗണ്ടിനെ കണ്ടാലും കയറി ആൽക്കെയിൻ ഉണ്ടാക്കുമെന്നും പറഞ്ഞു. ഇനി ആ റിയാക്ഷൻസിലേക്ക് കിടക്കാൻ RMGX എന്ത് സംഭവിക്കും? എടാ, ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്, ആക്റ്റീവ് ഹൈഡ്രജൻ ഉള്ള ഒരു കോമ്പൗണ്ടിനെ കണ്ടു, ഒന്നും നോക്കണ്ട, MgX 4 പോട്ട പുല്ല്, ബാക്കി 6 അവിടെ ഇല്ലേ, ആ 6 ആക്റ്റീവ് ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടിൽ നിന്നൊരു ഹൈഡ്രജനെ മാത്രം ഊറ്റിയെടുത്ത് RH ഉണ്ടാകും. RH വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയാൽ നീ തീർന്നടാ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. RH ഉണ്ടാകും കേട്ടോ. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് ആരാ ഉണ്ടാവുക നോക്കിയാൽ ഈ MgX ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. ആ MgXന്റെ കൂടെ വാട്ടറിൽ നിന്ന് H അല്ലേടാ ഇവിടെ ഇപ്പോൾ കയറിയിട്ടുള്ളൂ. ബാക്കി OH ഇല്ലേ, ആ OH ഇവൻ്റെ കൂടെ പൊറുതി നേടിക്കോളും. MgX-OH അല്ലെങ്കിൽ MgOHX അങ്ങനെ വേണമെങ്കിലും കാണാം. അങ്ങനെയാണ് കൂടുതൽ കാണാറ്. MgOHX സിമ്പിളാ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാകും ഓർക്കുക. Mg ഒരു വാലൻസി X, ഒരു വാലൻസി OH. ബസ് ഇതാണ് കേന്ദ്രം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത റിയാക്ഷൻ നോക്കിയാൽ CH3 CH2 MgBr. ഗ്രിഗ്നാർഡ് റിയേജന്റ് കണ്ടു. വാട്ടറിനെ ഒന്നും നോക്കണ്ട, MgBr പോട്ടെ, ഇവിടുന്ന് ഒരു H ഇങ്ങോട്ട് കയറട്ടെ. എന്ത് കിട്ടും? CH3 കിട്ടും. കണ്ടോടാ. അടുത്ത നോക്കിയേ CH3 CH2 MgBr. ആരാ പറ? ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഇവിടെ ആരാ? CH3 CH2OH ആൽക്കഹോളാ. അപ്പോൾ നോക്കിക്കോട്ടാ, ചില കുട്ടികൾക്ക് ഇവിടെ സാറേ ഇവിടെ ഒരു 3 കാർബൺ, ഓക്കെ, ഇവിടെ 2 കാർബൺ, ഓക്കെ, അപ്പോൾ ടോട്ടൽ 3, 2, 5 കാർബണുള്ള എന്തോ ഒരു സാധനം അപ്പുറത്ത് ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്നൊക്കെ നിനക്ക് തോന്നും. അത് വെറും തോന്നല. ആൽക്കഹോളാണ്. ആൽക്കഹോൾ ഈസ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആക്റ്റീവ് ഹൈഡ്രജൻ.
ആക്റ്റീവ് ഹൈഡ്രജൻ ഉള്ള ഒരു കോമ്പൗണ്ടിനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് കണ്ടാൽ ആ ഹൈഡ്രജനെ മാത്രമാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് അവിടെ നിന്ന് അക്യൂർ ചെയ്യുന്നത്. ഹൈഡ്രജനെ മാത്രം. ബാക്കിയുള്ള ഒരു കിടുതാപ്പും ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ പരിഗണനയിലില്ല. ആരിവിടെ നിന്ന് പോകുന്നു പറ? MgBr പോകുന്നു. ആൽക്കഹോളിലെ ആക്റ്റീവ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഈ H ഉണ്ടല്ലോ, ആ H മാത്രം ഇവിടേക്ക് കയറിയിരിക്കുന്നു. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് നോക്കിയേ, ഈ CH3 അവിടെ ഉണ്ട്, CH2 ഉണ്ട്, അടുത്ത CH2ലേക്ക് ഒരു H വരുന്നു, അവൻ CH3 അഥവാ പ്രൊപ്പെയിന് കിട്ടുന്നു. അല്ല സാറേ, അപ്പോൾ ഈ CH3 CH2 OH ബാക്കിയുള്ള ടേമോ അതൊക്കെ ആ ഇറങ്ങിപ്പോയ MgBr ഇല്ലടാ, അതിൻ്റെ കൂടെ പോയിക്കോളും. അവൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാവുക Mg ഉണ്ട്, അതിൻ്റെ ഒരു വാലൻസി ഇവിടെ ബ്രോമിൻ ഉണ്ട്, അടുത്ത വാലൻസിയോ ഈ H പോയിട്ട് ബാക്കിയുള്ള ശശി ഉണ്ടല്ലോ, ആരാ OCH2CH3 എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റിലെ കാർബണും ആൽക്കഹോളും തമ്മിൽ വേറെന്തോ ഒരു റിയാക്ഷൻ നടക്കുന്നൊക്കെ നമുക്ക് തോന്നും. ഒരു കോപ്പും നടക്കില്ല, ആൽക്കഹോളിൽ H മാത്രം കണ്ടു വരും, ബാക്കി കിട്ടും. D2O ആണ് ഉപയോഗിച്ചതെങ്കിൽ, H2O ആണെങ്കിൽ എന്താ സംഭവിക്കുക? അതൊക്കെ തന്നെ D2 ആണെങ്കിലും സംഭവിക്കുക. എന്താ കിട്ടുക? MgXലെ X ആണ് പോകും, MgX ആണ് പോകും. H2O ആണെങ്കിൽ H അല്ലേ കയറി വന്നത്. D2O എന്ന് പറഞ്ഞാൽ ഹെവി വാട്ടർ അടേ, ഹെവി വാട്ടർ തന്നെ. ഹെവി വാട്ടർ ആണെങ്കിൽ RH കിട്ടിയതിന് പകരം RD കിട്ടും. എന്താ പത്ര സംശയം? അപ്പൊ ആക്റ്റീവ് ഹൈഡ്രജൻ എന്നുള്ള ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയം ആണെങ്കിലും റിയാക്ഷൻ തഥൈവ, ഒരു മാറ്റവുമില്ല. ഹൈഡ്രജൻ കയറി വന്ന പോലെ ഡ്യൂട്ടീരിയം കയറി വരും. ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ഇതൊന്ന് എല്ലാവരും സബ്ലോഗ് നിങ്ങളിൽ എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ നീട്ടി വലിച്ച് നിന്റെ നോട്ടിൽ എഴുതിയിട്ട് A ആരാ B ആരാ C ആരാണെന്ന് സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടിട്ട് മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ആൻസർ കേട്ടോ, A. നോക്കിക്കേ, ഇവിടെ ഒരു ആൽക്കിൽ ഹാലൈഡ് തന്നിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ആൽക്കൽ ഹാലൈഡ് തന്നിട്ടുണ്ട്. ഒരറ്റത്ത് ക്ലോറിൻ ഉണ്ട്, മറ്റേ അറ്റത്ത് ബ്രോമിൻ ഉണ്ട്. മാഗ്നീഷ്യം ബാർ ഈതർ ഉണ്ട്. കളി മനസ്സിലായി. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ പ്രിപ്പറേഷനാ ഇന്ന് പഠിപ്പിച്ചതാ. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ പ്രിപ്പറേഷനിൽ ക്ലോറിൻ ആണോ ബ്രോമിൻ ആണോ മോർ റിയാക്റ്റീവ്? ബ്രോമിൻ ആണ് മോർ റിയാക്റ്റീവ്. അതുകൊണ്ട് ഈ മാഗ്നീഷ്യം ഇവിടെ കയറി നിൽക്കും. അതുകൊണ്ട് ആ സൈക്ലോബ്യൂട്ടൈൻ എന്ന് പറയുന്ന ആൾ അങ്ങനെ തന്നെ ഉണ്ടാകും. ഇവിടെയുള്ള ക്ലോറിൻ അങ്ങനെ ഉണ്ടാകും. ഇവിടെ MgBr ഉണ്ടാകും. മനസ്സിലായോ? ഈ കിട്ടിയ കോമ്പൗണ്ടിലേക്ക് D2O ഉപയോഗിക്കുന്നു. D2O ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗ്രിഗ്നാർഡ് റിയേജന്റിൽ MgBr അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയിട്ടോ പകരം അവിടെ ആര് വരും? H2O ആയിരുന്നെങ്കിൽ H വരും, D2O ആണെങ്കിൽ D വരും. അപ്പോൾ കോമ്പൗണ്ട് ഇങ്ങനെ ഉണ്ടാകും. ഈ സൈക്ലോപ്രൊപ്പൈൻ റിങ്ങിനെ ഇങ്ങനെ വരച്ചു, ഇവിടുത്തെ ക്ലോറിനെ ഇങ്ങനെ വരച്ചു, ഇവിടെ ഡ്യൂട്ടീരിയം വരും. ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയം വരും. ഇതല്ലേടാ കോമ്പൗണ്ട് B. ആ ബീനെ ഞാൻ സോഡിയം ബാർ ഈതർ ഉപയോഗിക്കാൻ. സോഡിയം ബാർ ഈതർ എവിടെയോ കേട്ടിട്ടുണ്ട്. ആരാണത്? സോഡിയം ബാർ ഈതർ എന്ന് പറഞ്ഞാൽ വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ നടന്നാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ നോക്കിയടാ? ഇവിടുത്തെ കോമ്പൗണ്ട് ആരാ? ഈ കോമ്പൗണ്ട് അല്ലേ, B എന്ന് പറയുന്ന കോമ്പൗണ്ട് അല്ലേ എനിക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ അത് ഒരു ആൽക്കിൽ ഹാലൈഡ് ആണല്ലോ. ഇനി അവിടെ ബാക്കിയുള്ള ഹാലജൻ ആരാണെന്ന് നോക്കിയേ. ഇനി ബാക്കിയുള്ള ഹാലജൻ ഈ ക്ലോറിനാണ്. ശരിയല്ലേ? അപ്പോൾ ആ കോമ്പൗണ്ടിനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. എന്താ? ഒരു സൈക്ലോബ്യൂട്ടൈൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ഡ്യൂട്ടീരിയം. പരാതി ഉണ്ടാവാൻ പാടില്ല. കാരണം B എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ അതേ കോമ്പൗണ്ടിനെ ഞാൻ ഇവിടെ തിരിച്ചെഴുതിയതാണ്. ഇതേപോലത്തെ രണ്ടാമത്തെ ഒരു മൊളിക്യൂൾ കൂടി വേണം. രണ്ടാമത്തെ മൊളിക്യൂളിനെ തിരിച്ചെഴുതണം എന്ന് വുഡ്സ് റിയാക്ഷൻ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതേ കോമ്പൗണ്ട് ഞാൻ ഒരിക്കൽ കൂടി വരയ്ക്കുകയാണ്. ക്ലോറിൻ, ഒരു സൈക്ലോബ്യൂട്ടൈൻ ഉണ്ട്, ഇവിടെ ഡ്യൂട്ടീരിയം ഉണ്ട്. വുഡ്സ് റിയാക്ഷൻ നടക്കുന്നു. സോഡിയം ബാർ ഈതർ നടക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ഈ ക്ലോറിൻ ഇവിടുന്ന് ഈ ക്ലോറിൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. ബാക്കിയുള്ള സാധനങ്ങൾ നേരെ കണക്റ്റ് ആകുന്നു. അപ്പോൾ ഒരു സൈക്ലോബ്യൂട്ടൈൻ ആവുന്നുള്ളൂ. ഇതാ വരക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിരുന്നോ? ഒരു സൈക്ലോബ്യൂട്ടൈൻ ഇങ്ങനെ വരക്കും. ഇവിടെ ഡ്യൂട്ടീരിയം ഉണ്ട്. ഈ സൈക്ലോബ്യൂട്ടൈൻ നേരെ അടുത്ത സൈക്ലോബ്യൂട്ടൈനിലേക്ക് ബോണ്ട് ഉണ്ടാക്കുന്നു. അതിൻ്റെ അറ്റത്തും ഒരു ഡ്യൂട്ടീരിയം ഉണ്ട്. ദിസ് ഈസ് ഫൈനൽ ആൻസർ. അവനാണ് ഓപ്ഷൻ C. ക്വസ്റ്റ്യൻ C. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. നോക്കിയിരുന്നോ? ക്വസ്റ്റ്യൻ വരും. കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടെ ആൽക്കേനിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ തീർത്തു. ഇനി ആൽക്കീൻ എങ്ങനെ ഉണ്ടാക്കുക, ആൽക്കൈൻ എങ്ങനെ ഉണ്ടാക്കുക, ബെൻസീൻ എങ്ങനെ ഉണ്ടാക്കുക ഇത്യാദി കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. അടുത്ത വീഡിയോയിൽ കാണാം. നന്നായി പഠിക്കുക. ഈ കൊല്ലത്തെ എൻട്രൻസ് നമുക്കുള്ളതാണ്. സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. ബോറടിക്കാനും പഠനം ഉപേക്ഷിക്കാനൊക്കെ ആർക്കും പറ്റും. പഠിക്കാനും പണിയെടുക്കാനും അതുവഴി എൻട്രൻസ് നേടാനും എന്നിട്ട് കുറച്ച് അർമാദിക്കാനും ഒക്കെ നമുക്കേ പറ്റൂ. പണിയെടുത്തോളാം. പണിയെടുക്കാതെ വേറെ ഒരു രക്ഷയുമില്ല. കൂട്ടുകാരോടൊക്കെ വിവരം പറ. ഇങ്ങനെ ഒരു ഓർഗാനിക്കിൻ്റെ സീരീസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓർഗാനിക് അല്ലാത്ത ചാപ്റ്ററുകളും ഉണ്ട്. ക്ലാസ് ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നീ പറയുക.
എന്നിട്ട് അവൻ ആ ലിങ്കുമാണ് കൊടുക്കുക. മോനുമാണ് നന്നാവട്ടേടാ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.